അങ്ങനെ ഇസ്ലാമിക് നാറ്റോ പൊളിഞ്ഞു. ലോകത്തെ മുഴുവൻ ഇസ്ലാമിക കുടക്കീഴിലാക്കാനുള്ള പദ്ധതി ചുരുട്ടിക്കൂട്ടി കയ്യിൽ കൊടുത്തു. എങ്ങനെയെന്നല്ലേ പറയാം. ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ അദ്ദേഹം ഇന്ന് കുറിച്ച ഒരു കുറിപ്പ്, ആ കുറിപ്പ് ഇസ്ലാമിക് നാറ്റോയെക്കുറിച്ചും ഇസ്ലാമിക് നാറ്റോയിൽ നിന്നും തുർക്കി പിന്മാറിയ കഥയെക്കുറിച്ചുമാണ്. അത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തുർക്കിയെ നയിച്ചത് എന്നത് വളരെ വ്യക്തമായി അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ പോസ്റ്റ് വായിക്കാം, അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയാം. ഇസ്ലാമിക് നാറ്റോയിൽ നിന്നും തുർക്കി പിന്മാറി കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? പറയാം. എന്തൊക്കെയായിരുന്നു? പാകിസ്ഥാന്റെ മനുഷ്യവിഭവം, സൗദിയുടെ പണം, തുർക്കിയുടെ ആയുധം, പിന്നെ ലോകം ഇസ്ലാമിക കുടക്കീഴിൽ. എല്ലാം പോയേ പോച്ച്, മൂക്കും കുത്തി വീണു. അല്ല, ചുരുട്ടിക്കൂട്ടി കയ്യിൽ കൊടുത്തു. കാരണങ്ങൾ ഇതാ. പാകിസ്ഥാനുമായും സൗദി അറേബ്യയുമായും ചേർന്നുള്ള ബഹുമുഖ പ്രതിരോധ സഖ്യത്തെ തുർക്കി ശക്തമായി നിരസിച്ചത് ഇസ്ലാമാബാദിന്റെ ദീർഘകാല സ്വപ്നമായ ഇസ്ലാമിക് നാറ്റോ എന്ന ആശയത്തിന് കനത്ത തിരിച്ചടിയായി. ഒരു ശക്തമായ മുസ്ലിം സുരക്ഷാ ബ്ലോക്ക് കെട്ടിപ്പടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത് പാഴായിപ്പോയി. CNN-ന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ പരസ്പര പ്രതിരോധ ചട്ടക്കൂടിന്റെ ഭാഗമാകാൻ അങ്കാറയ്ക്ക് താല്പര്യമില്ല എന്നും തുർക്കിയിലെ രാഷ്ട്രീയ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. നിലവിലുള്ളത് കേവലം ഉഭയകക്ഷി തന്ത്രപരമായ സഹകരണം മാത്രമാണെന്നും ഒരു കൂട്ടായ സുരക്ഷാ സംവിധാനമല്ല എന്നും തുർക്കി ഉദ്യോഗസ്ഥർ തറപ്പിച്ചു പറയുന്നു. തുർക്കി പറയുന്നത് ഇങ്ങനെ: കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യയെയും പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനെയും തെക്ക് പടിഞ്ഞാറ് ഇറാനെയും അഭിമുഖീകരിക്കുന്നതിനൊപ്പം തന്നെ നിരന്തരമായ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളും നേരിടുന്ന പാകിസ്ഥാൻ ഇതിനകം തന്നെ വലിയ സമ്മർദ്ദത്തിലാണെന്നും സൗദി അറേബ്യയിലേക്കുള്ള അധിക സൈനിക വിന്യാസം പാകിസ്ഥാന്റെ പ്രവർത്തനക്ഷമതയെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നു. പാകിസ്ഥാന്റെ സുരക്ഷാ സേന ഇതിനകം തന്നെ കടുത്ത സമ്മർദ്ദത്തിലാണ് എന്ന് ഒരു മുതിർന്ന തുർക്കി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്തെങ്കിലും പരസ്പര പ്രതിരോധ കരാറിന് കീഴിലുള്ള ബാധ്യതകൾ ഏറ്റെടുക്കാനുള്ള ഇസ്ലാമാബാദിന്റെ ശേഷിയെ ഈ യാഥാർത്ഥ്യം പരിമിതപ്പെടുത്തുന്നു. മറ്റുള്ളവർക്ക് സുരക്ഷ നൽകുന്ന ഒരു രാജ്യമാകുന്നതിന് പകരം സ്വന്തം സുരക്ഷാ ഭാരം കൈകാര്യം ചെയ്യാൻ പാടുപെടുന്ന ഒരു രാജ്യമായാണ് പാകിസ്ഥാൻ വീക്ഷിക്കപ്പെടുന്നത്. നോട്ട് ദ പോയിന്റ് എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു. ചൈനയെ ആശ്രയിക്കുന്നത് ആശങ്കകൾ ഉയർത്തുന്നു. പാകിസ്ഥാൻ സൈനിക സാങ്കേതിക വിദ്യയെ അമിതമായി ആശ്രയിക്കുന്നതാണ് തുർക്കിയുടെ വിമുഖതയ്ക്ക് പിന്നിലെ മറ്റൊരു പ്രധാന ഘടകം. വ്യോമസേനയിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും പാകിസ്ഥാൻ വലിയ തോതിൽ ചൈനീസ് പ്ലാറ്റ്ഫോമുകളെയാണ് ആശ്രയിക്കുന്നത് എന്ന് തുർക്കി ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു. നാറ്റോ സംവിധാനങ്ങളും സ്വന്തം തദ്ദേശീയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് പ്രതിരോധ ബന്ധങ്ങൾ സങ്കുലിതമാക്കുന്ന അങ്കാറയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഈ സാങ്കേതിക ആശ്രിതത്വം തന്ത്രപരമായ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. പാകിസ്ഥാന്റെ ഏക സവിശേഷമായ ആസ്തി ഇവരുടെ ആണവശേഷിയാണ്. എന്നാൽ ഇത് സ്വാഭാവികമായും ഒരു പരമ്പരാഗത സൈനിക കരുത്തോ സഖ്യത്തിനുള്ള മൂല്യമോ ആയി മാറുന്നില്ല. സാമ്പത്തിക ബലഹീനത പ്രതിരോധ മോഹങ്ങളെ തകർക്കുന്നു. സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും ഇതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ശക്തമായ സമ്പദ് വ്യവസ്ഥയാണ് ശക്തമായ സൈന്യത്തെ സൃഷ്ടിക്കുന്നത് എന്നൊരു തുർക്കി സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പാകിസ്ഥാന്റെ വിട്ടുമാറാത്ത സാമ്പത്തിക അസ്ഥിരത അതിന്റെ പ്രതിരോധ മേഖലയുടെ സുസ്ഥിരതയെ ദുർബലപ്പെടുത്തുന്നു. തുർക്കി തന്നെ സാമ്പത്തിക പരിമിതികൾ നേരിടുമ്പോൾ സൗദി അറേബ്യയ്ക്ക് മാത്രമാണ് പ്രതിരോധ ആധുനികവൽക്കരണത്തിന് വൻതോതിൽ നിക്ഷേപം നടത്താനുള്ള ശേഷിയുള്ളത്. ഈ അസമത്വം ഒരു ത്രികക്ഷി പ്രതിരോധ ബ്ലോക്ക് എന്ന ആശയത്തെ അപ്രായോഗികമാക്കുന്നു. തുല്യമായ സാമ്പത്തിക കരുത്തില്ലാതെ ഇത്തരമൊരു കരാർ മുന്നോട്ട് വെക്കുന്ന തന്ത്രപരമായ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല. സഹകരണമുണ്ട്, പക്ഷെ കരാറില്ല. ബഹുമുഖ പ്രതിരോധ കരാർ നിരോധിക്കുമ്പോഴും പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി പ്രതിരോധ ബന്ധം മാറ്റമില്ലാതെ തുടരുമെന്ന് തുർക്കി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്കാറ പാകിസ്ഥാന് സൈനിക ഉപകരണങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യയും നൽകുന്നത് തുടരുന്നു. കൂടാതെ ഇരുപക്ഷവും പരിശീലനത്തിലും സംയുക്ത അഭ്യാസങ്ങളിലും സഹകരിക്കുന്നുണ്ട്. വെറുമൊരു പുറംപണി കരാറുകാരനായി പാകിസ്ഥാനെ കാണുന്നു. ഈ സമീപനം തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാന്റെ സമീപകാല പരാമർശങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ്. സുരക്ഷാ കാര്യങ്ങൾ, അതായത് പുറം കരാർ നൽകുന്നതിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനുവരി 30-ന് തുർക്കി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് സെൽജുക് ബൈറക്ടോറുഗ്ലു പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസിം മുനീറുമായി റാവൽപിണ്ടിയിലെ GHQവിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ഈ സന്ദേശം ആവർത്തിക്കപ്പെട്ടു. പ്രാദേശിക ആഗോള സുരക്ഷാ പ്രശ്നങ്ങളും പരിശീലനത്തിലൂടെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലുമാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. എന്നാൽ ബഹുമുഖ സഖ്യത്തെക്കുറിച്ച് യാതൊരു പരാമർശവും അവിടെ ഉണ്ടായില്ല. ഇസ്ലാമിക് നാറ്റോ ഇനി സങ്കല്പവും യാഥാർത്ഥ്യവും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ നിലപാട് ഇസ്ലാമിക് നാറ്റോ എന്ന ആശയത്തിന്റെ പൊള്ളത്തരമാണ് തുറന്നു കാട്ടുന്നത്. തുർക്കിയുടെ ആയുധങ്ങളും പാകിസ്ഥാന്റെ മനുഷ്യവിഭവശേഷിയും സൗദി അറേബ്യയുടെ പണവും ചേർന്നുള്ള ഒരു ദുർബലമായ കൂട്ടുകെട്ടിനെയാണ് ഈ സങ്കല്പം ആശ്രയിച്ചിരുന്നത്. എന്നാൽ പ്രായോഗികമായ ഒരു കൂട്ടായ പ്രതിരോധ സംവിധാനത്തിനെ പരസ്പരം സഹകരിക്കാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ ആരും തന്നെ തയ്യാറല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്: ഇന്ത്യ, UAE, ഇസ്രയേൽ എന്നിവ ഉൾപ്പെടുന്ന പുതിയ കൂട്ടുകെട്ടുകൾ നിശബ്ദമായും എന്നാൽ ശക്തമായും സുരക്ഷാ സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുകയാണ്. ഇത് പാകിസ്ഥാന്റെ മഹത്തായ ഇസ്ലാമിക് ബ്ലോക്ക് എന്ന സ്വപ്നത്തെ കൂടുതൽ ഒറ്റപ്പെട്ടതും യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതുമാക്കി മാറ്റി. UAE-യുടെ പ്രസിഡന്റും മന്ത്രിപരിവാരങ്ങളും വെറും 2 മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യയിൽ വന്നതും നമ്മുടെ PM മോദി സ്വയം വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചതും കരാർ ഒപ്പിട്ട് തിരിച്ചുപോയതും തുർക്കിയെ വല്ലാതെ ഭയപ്പെടുത്തി. അങ്ങനെയാണ് തുർക്കിയുടെ വ്യക്തമായ
ഇല്ല എന്ന മറുപടി വന്നതും പാകിസ്ഥാന്റെ ഇസ്ലാമിക് നാറ്റോ സ്വാഹ ആയതും. പാകിസ്ഥാൻ മനസ്സിൽ കണ്ടപ്പോൾ നമ്മുടെ PM മോദി അത് മാനത്ത് കണ്ടു എന്നർത്ഥം. ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചിരുന്നത്. വളരെ വിശദമായി പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ആധികാരികമായി എല്ലാ തെളിവുകളോടും കൂടി കുറിപ്പെഴുതുന്ന ഒരു വ്യക്തിയാണ് ഭാസ്കരൻ നായർ അജയൻ. ഈ ഒരു കുറിപ്പും തികച്ചും വ്യത്യസ്തമല്ല. ഇസ്ലാമിക് നാറ്റോ എന്ന ആ ഒരു മനോഹര കിണാശ്ശേരി സ്വപ്നം കണ്ട് നിന്ന പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.